ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നല്ല മേക്കപ്പിലാണ് കേട്ടോ ഞാൻ. കാര്യം എന്താണെന്നറിയോ, ഇന്ന് എൻ്റെ അനിയൻ്റെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ കല്യാണത്തിനുള്ള വേഷം കെട്ടാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ നാത്തൂനായ ഞാൻ കുറച്ച് പുറപ്പെടണമല്ലോ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്കിലാണ്. അപ്പോൾ അമ്മുവാണ് കേട്ടോ മേക്കപ്പൊക്കെ ചെയ്ത് തരുന്നത്. വല്ലാത്ത രീതിയിൽ വല്ലാതെ ഓവറായിട്ടുള്ള മേക്കപ്പിനോടൊന്നും എനിക്ക് വലിയൊരു താല്പര്യമില്ല. അപ്പോൾ നമ്മൾ പുറപ്പാടൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെക്കനെ കഴിത്തരാം കേട്ടോ ചെക്കൻ. അപ്പോൾ ഇവനെല്ലാവർക്കും ദക്ഷിണ കൊടുക്കുകയാണ്. അപ്പോൾ ഒക്കെ ഒരുങ്ങി പുറപ്പെട്ട് നല്ല ഉഷാറായിട്ട് ഇതാക്കണം. നമ്മളെ കാരണവന്മാരായിട്ടുള്ളവർക്കും നമ്മളെ മുതിർന്നവർക്കുള്ള എല്ലാവർക്കും, നമ്മളെ അമ്മായിമാർക്കും അമ്മാമാർക്കും പിന്നെ പറഞ്ഞിട്ടുള്ള എല്ലാവർക്കും ബന്ധുക്കൾക്കും ഒക്കെ എല്ലാവർക്കും ദക്ഷിണ കൊടുക്കുകയാണ്. അപ്പോൾ വരൻ നിജു, വധു ശ്വേത. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ബൊക്കയും മാലയും ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ചെക്കൻ ഇവിടെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. ഇതിന് പുതിയപ്പോൾ ഇറങ്ങി എന്ന് പറയും കേട്ടോ ഞങ്ങൾ. അപ്പോൾ ഇവനെ ഇനി പോവുകയാണ്. അപ്പോൾ നമ്മളെ കല്യാണത്തിൻ്റെ മുഹൂർത്തം വന്നിട്ടുള്ളത് 12 മണീൻ്റെയും 1 മണീൻ്റെയും ഒക്കെ ഇടയിലാണ്. അങ്ങനെ അതാ നമ്മളെ ചെക്കനും പെണ്ണൊക്കെ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവരെ താലികെട്ടും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് കേട്ടോ. പിന്നെ ഇവിടെ ട്യൂൺ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഞാനവിടെ മ്യൂട്ടാക്കി വെച്ചിട്ടുള്ളത്. നമുക്ക് കോപ്പിറൈറ്റ് പ്രശ്നം വരും എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതാട്ടോ അച്ഛനും അമ്മേൻ്റെയും കൂടെ നിന്നിട്ടുള്ള ഫോട്ടോ എടുപ്പൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മളെ അച്ഛനും അമ്മയും. പിന്നെ ഈ ഫോട്ടോസിലുള്ളതൊക്കെ നമ്മളെ സഹോദരന്മാരാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇത് ഞങ്ങളൊരു ഫാമിലി ഫോട്ടോ കൂടിയാണ്. പിന്നെ ഇത് കൊണ്ടുവന്ന് നമ്മളെ കുറച്ച് കസിൻസ് എല്ലാവരും കൂടിയിട്ടുള്ളൊരു സെൽഫി. പിന്നെ ഞങ്ങൾ പോരുന്ന വഴി തന്നെ ഉണ്ടല്ലോ, നമ്മളെ കോഴിക്കോടാണല്ലോ പെണ്ണിൻ്റെ വീട്. അപ്പോൾ അവിടുന്ന് പോരുമ്പോൾ കാപ്പാട് ബീച്ചിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറിയതായിരുന്നു. അപ്പോൾ വിചാരിച്ച മാതിരി തന്നെ നല്ല നല്ല ഫോട്ടോസ് ഇവിടുന്ന് ഇങ്ങനെ കിട്ടിയിട്ടോ. അപ്പോൾ ഒരു സാഹചര്യം ഒത്തു വന്നപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയതായിരുന്നു. ഏതായാലും ഇറങ്ങിയതുകൊണ്ട് മുതലാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ നിന്ന് നല്ല നല്ല ഫോട്ടോസ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് ചെയ്യുക കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞു പോയതാണ്, മറക്കണ്ട വെച്ചിട്ടാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ ചെക്കനും പെണ്ണൊക്കെ ആകെ ടയർഡായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ പോയതല്ലേ, ഞങ്ങളും തന്നെ ആകെ ക്ഷീണിത പരവശയൊക്കെ ആയിരുന്നു. അപ്പോൾ അതുണ്ടോ
ഇനി ഒന്ന് പെണ്ണിനൊക്കെ ഒന്ന് കയറ്റണം തിരക്കിലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഫോണൊന്നും കാര്യമായിട്ടൊന്നും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല കേട്ടോ. വേറെ ആരൊക്കെയോ എടുത്ത വീഡിയോസ് അവിടുന്ന് ഇവിടുന്നും കിട്ടിയ ചെറിയ ഷോർട്ട് വീഡിയോസൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യണത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ടാവും. നമ്മുടെ വീട്ടിലൊരു വിശേഷം നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാമറയും പിടിച്ചൊന്നും ഇങ്ങനെ നടക്കാനൊന്നുമുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടാവില്ല. അപ്പോൾ തേക്കൊണ്ടിട്ട് നമ്മളെ പെണ്ണിനെ കയറ്റാൻ വേണ്ടിയിട്ട് വിളക്കും താലൊക്കെ എടുത്തിട്ട് നമ്മളെ വീട്ടുകാരൊക്കെ ഇങ്ങനെ പിടിച്ച് നിൽക്കണുണ്ട്. ഇനി നിലവിളക്കൊക്കെ കൊടുത്തിട്ട് പെണ്ണിനെ ഒന്നാണ്ട് കൈ പിടിച്ച് കയറ്റുക എന്നുള്ളതാണ് കേട്ടോ അടുത്ത ചടങ്ങ്. ഓക്കെ മറ്റേ കാര്യം അതുകൊണ്ടങ്ങനെ പോയി എന്താ രമേശിൻ്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോ എടുക്കാൻ ആൾക്കാരുണ്ട്. എവിടെ അവിടെ തന്നെ നോക്കും കൊടുത്തിട്ട് കൊടുത്തു. ഈ രണ്ടൊക്കെ അവിടെ തന്നെ കൊടുക്കണം. ഓക്കെ എണീക്കുന്നോളൂ. ഓക്കെ ഓക്കെ ഒരു സ്പൂൺ കൊടുത്താൽ അച്ഛാ അവിടെ കുറച്ച് കണ്ടുണ്ട് അച്ഛാ. അച്ഛാ അവിടെ തന്നെ ഒന്ന് കൊടുത്ത് കൊടുത്തോളി. അല്ല ചെന്നൂനെ കൊടുത്താൽ മതി, ബാക്കി ഒന്നായിട്ട് ചെന്നൂനെ കൊടുത്താൽ മതി. അല്ല മകൾ കുറച്ച് അങ്ങോട്ട്
കുറച്ച് അങ്ങോട്ട് കിട്ടും ബ്രൈഡിന്റെ അടുത്തേക്ക് അവിടെ ചെയ്യണം അങ്ങോട്ട് തന്നെ അവിടെ തന്നെ രണ്ടാക്കും കൊടുക്കണം ഞാൻ അവിടെ തന്നെ അവൾക്കും കൊടുത്ത് അവൾക്കും കൊടുത്ത് ഓക്കെ ഡൺ ഓക്കെ 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 ഹലോ കഴിഞ്ഞിട്ടില്ല മലപ്പുറം അവിടെ തന്നെ കൊടുത്തിട്ട് എന്താ അവസ്ഥ ഒന്ന് പോയെന്നോ? അപ്പോൾ അതാ കല്യാണ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.